English. Hello, good morning students. How are you? Fine? Okay. Do you know me? My name is Danya. I am your English teacher. ടീച്ചറെ മനസ്സിലായോ മക്കൾക്ക്? UKG ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കുന്നത് ടീച്ചറാണ്. ഓക്കെ, LKG എല്ലാവരും പഠിച്ച് നല്ല ഉഷാറായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? LKGയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. പഠിച്ചിട്ടില്ലേ? ഉറക്കെ പറയൂ. ഉണ്ടെങ്കിൽ യെസ് പറയൂ, ഇല്ലെങ്കിൽ നോ പറയൂ. യെസ്, ഗുഡ് ഗുഡ്, നല്ല മക്കളാണ്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരുഷ് കുട്ടാ, നമ്മൾ പഠിച്ചിട്ടില്ലേ? സിനുക്കുട്ട പഠിച്ചിട്ടില്ലേ നമ്മൾ? വെരി ഗുഡ്. അപ്പം നമ്മൾ LKGയിൽ കഴിഞ്ഞ വർഷം കുറേ വേർഡ്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, കുറേ റൈംസ്, സ്റ്റോറീസ് ഒക്കെ പഠിച്ചു അല്ലേ? ഗുഡ്. അപ്പം നല്ല മക്കളായിട്ട് LKG കഴിഞ്ഞു. വീണ്ടും ക്ലാസ് എങ്ങനെയാണ്? നമ്മൾ ഫോണിൻ്റെ മുന്നിലിരുന്ന് TVൻ്റെ മുന്നിലിരുന്ന് കാണേണ്ട ക്ലാസ്സുകളാണല്ലേ? കുഴപ്പമില്ല, മക്കളെല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. പെട്ടെന്ന് ഈ കൊറോണ മാറി നല്ലൊരു കാലം വരും നമുക്ക് വിചാരിക്കാം. അതിനെന്ത് വേണം? നമ്മൾ സേഫായിട്ട് വീട്ടിലിരിക്കണ്ടേ? മക്കൾ വീട്ടിലിരുന്ന് പാഠങ്ങളൊക്കെ പഠിച്ച് LKGയിൽ നിന്ന് UKGയിലേക്ക് വന്നു എല്ലാവരും അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ പഠിച്ച്, അധികം വേണ്ട, കളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ പഠിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുക. ഓക്കെ? അപ്പോൾ ടീച്ചർ മക്കളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നോക്കണം. കഴിഞ്ഞ വർഷത്തെ പോലെ സ്ലേറ്റിൽ എഴുതി പഠിക്കുക, ബുക്കിൽ എഴുതി പഠിക്കുക മാത്രം ചെയ്താൽ പോരാ. ടെക്സ്റ്റ് ബുക്ക് എടുക്കണം, അത് വായിക്കണം, അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാവരും റെഡിയല്ലേ ഇതിന്? ഓക്കേ. അപ്പോൾ കുറേ റൈംസൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചല്ലോ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും റൈംസ് എന്തൊക്കെയായിരുന്നു എന്ന്? ജെക്ക് ആൻഡ് ജിൽ. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ പഠിച്ചത്? ബാബ ബ്ലാക്ക് ഷീപ്പ്. പിന്നെന്ത് പഠിച്ചു? ടിങ്കിൾ ടിങ്കിൾ. വെരി ഗുഡ്. പിന്നെന്താ പഠിച്ചേ? ജോണി ജോണി. യെസ് പപ്പ. ടീച്ചർ മക്കളെല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. ഏതൊക്കെയാണ് പഠിച്ചതെന്ന് ടീച്ചർ കേൾക്കട്ടെ. ഉറക്കെ പറയൂ. യെസ്, കുറേ സ്റ്റോറീസും കുറേ റൈംസും ഒക്കെ പഠിച്ചതാണ് നമ്മൾ. ഇപ്പോൾ ടീച്ചർ മക്കൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ച അതേ കാര്യങ്ങൾ ഒന്ന് റിവിഷനായിട്ട് പറഞ്ഞു തരാം. ഓക്കെ? ലാസ്റ്റ് ഇയർ വി സ്റ്റഡിഡ് full alphabets. Which is the first letter of English alphabet? Yes, A is the first letter of English alphabet. Everybody know that? Good. Today we study 3 alphabets. ഏതൊക്കെയാണെന്ന് അറിയോ മക്കൾക്ക്? 3 അക്ഷരങ്ങൾ നമുക്കിന്ന് പഠിക്കാം. കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ചെറിയൊരു ബ്രേക്കൊക്കെ വന്നില്ലേ? കുഴപ്പമില്ല, ടീച്ചർ ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് അതൊന്ന് ഓർമ്മപ്പെടുത്തി എടുക്കാം നമുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ മാത്രം പോരാ, അതിനകത്ത് ഇപ്പോൾ എഴുതാനല്ല ടീച്ചർ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിനകത്താണ് ടീച്ചർ ഈ പറയുന്ന 3 ആൽഫബറ്റ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു ടീച്ചർ പറഞ്ഞ ആൽഫബറ്റ്സ്? ABC. ഈ 3 ആൽഫബറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എവരിബഡി റെഡി? റെഡി ടു സ്റ്റഡി ദീസ് ആൽഫബറ്റ്സ്? Okay, take your textbook. Take page number 4. Okay, listen here. Yes, we want to study these alphabets. A, B, C. അറിയാലോ എല്ലാവർക്കും അല്ലേ? നമ്മൾ പഠിച്ച ആൽഫബറ്റ്സ് എന്തൊക്കെ ഉണ്ടെന്നായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നത്? യെസ്, കറക്റ്റാണ്. അദ്വിക് പറഞ്ഞത് കറക്റ്റാണ്. എന്തൊക്കെയാണുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. ഏതൊക്കെയാണുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്? A. Say loudly. A. Okay. A for apple, A for ant, A for X, A for arrow, A for aeroplane. Very good. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ?
നന്നായി, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് വേർഡ് ഏതാ മക്കളൊന്ന് ഉറക്കെ പറഞ്ഞേ കേൾക്കട്ടെ. യെസ്, ആപ്പിൾ. വെരി ഗുഡ്. സേ ലൗഡ്ലി, ആപ്പിൾ. എ ഫോർ ആപ്പിൾ. എല്ലാവർക്കും അറിയാലോ. എന്താ ഈ ആപ്പിൾ അറിയാമോ എല്ലാവർക്കും? ദാറ്റ് ഈസ് എ ഫ്രൂട്ട്. ആപ്പിൾ ഈസ് എ ഫ്രൂട്ട്. ഓക്കെ, അതൊരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ കളർ ഓഫ് ആൻ ആപ്പിൾ? യെസ്, റെഡ്. ആപ്പിൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. എവറിബഡി നോ. അപ്പം എല്ലാവരും ദിവസവും എന്ത് ചെയ്യണം? ഒരു ആപ്പിൾ കഴിക്കണം. അറിയാമല്ലോ എല്ലാവർക്കും. ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. കഴിക്കാറുണ്ടോ എല്ലാവരും ആപ്പിൾ? ടീച്ചർ മക്കൾ എല്ലാവരും എല്ലാ ദിവസവും, നിർബന്ധമായിട്ടും അല്ല ടീച്ചർ പറയുന്നത്, കഴിക്കാൻ ശ്രമിക്കുക. അമ്മ ഫ്രൂട്ടുമായി വരുന്ന സമയത്ത് എനിക്കത് വേണ്ട അങ്ങനെ പറയരുത്. നല്ല മക്കളായിട്ട് വാങ്ങിച്ച് കഴിക്കുക. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എ ഫോർ ആപ്പിൾ. സേ ലൗഡ്ലി, എ ഫോർ ആപ്പിൾ. വെരി ഗുഡ്, നല്ല മക്കളാണ്. ഇനി നമുക്ക് ആൽഫബറ്റ് ഒന്ന് എഴുതി നോക്കിയാലോ? എല്ലാവർക്കും അറിയാമെന്ന് ടീച്ചർക്ക് അറിയാം, എന്നാലും നമുക്കൊന്ന് എഴുതാം. Okay, listen to the blackboard. Draw a slanting line, another slanting line, one sleeping line. What is this letter? This is capital letter A. അറിയില്ലേ മക്കൾക്ക് ഇതെന്താണ്? Capital letter A. ഒന്നും കൂടെ നോക്കൂ. One standing line, another slanting line, a sleeping line. അറിയോ? വെരി ഗുഡ്. എല്ലാവർക്കും എഴുതാൻ അറിയാം അല്ലേ? നമ്മൾ 4 ലൈനിൽ എഴുതി പഠിച്ചാണല്ലോ. ടീച്ചർ ഒന്ന് കാണിച്ചു തരട്ടെ എങ്ങനെ എഴുതാന്ന്. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എല്ലാവരുടെ കയ്യിലും കോപ്പി ഉണ്ട്. അപ്പോൾ എല്ലാവരും 4 ലൈൻ കോപ്പിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ എ എങ്ങനെയാണ് എഴുതാമെന്നൊന്ന് നോക്കൂ. ടീച്ചറിൻ്റെ അടുത്ത് കോപ്പിയില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? കോപ്പി പോലെ ഒരു 4 ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ലിസൺ ടു ദ ബോർഡ്. ഫസ്റ്റ് സ്ലാൻഡിങ് ലൈൻ, another slanting line, A. കണ്ടോ മക്കളെ? ഈ വരുന്ന 3 ലൈൻസിലാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എ. ലിസൺ. എ. ഓക്കെ, എ. അപ്പോൾ ടീച്ചർ മക്കൾ പഠിച്ചല്ലോ 4 ലൈനിൽ എങ്ങനെയാണ് എ എഴുതാന്നുള്ള അറിയാം അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെയ്യേണ്ടത്. അറിയാലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് അക്ഷരം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇത് ഏത് ആൽഫബറ്റാണെന്ന് ഉറക്കെ പറഞ്ഞേ കേൾക്കട്ടെ. യെസ്, ക്യാപിറ്റൽ ലെറ്റർ എ. റെഡി? ദെൻ വി സ്റ്റഡി നെക്സ്റ്റ് ലെറ്റർ, സ്മോൾ ലെറ്റർ എ. ഓക്കെ, സ്മോൾ ലെറ്റർ എ. ലിസൺ ബോർഡ്. A. A. ഓക്കെ, വീണ്ടും ടീച്ചർ 4 ലൈൻ വരച്ചിട്ട് എങ്ങനെയാണ് 4 ലൈനിനകത്ത് എ എഴുതാൻ പറഞ്ഞു തരട്ടെ. മക്കൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും LKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് 4 ലൈനിൽ സ്മോൾ ലെറ്റർ എ എഴുതുക. അറിയാലോ ഇതേത് അക്ഷരം? സ്മോൾ ലെറ്റർ എ. ഓക്കെ, ലിസൺ ദ ബ്ലാക്ക്ബോർഡ്. സ്മോൾ ലെറ്റർ എ. നമ്മൾ കർവ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു കർവ് വരച്ച? എല്ലാവർക്കും അറിയാലോ. സി വരച്ചപ്പോൾ ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് മക്കൾ ഇതേപോലെ 4 ലൈൻ കാണുന്ന ക്യാപിറ്റൽ ലെറ്റർ എയും എഴുതണം, സ്മോൾ ലെറ്റർ എയും എഴുതണം. നമ്മൾ പഠിച്ച ആൽഫബറ്റ് ഏതാണ്? സ്മോൾ ലെറ്റർ എ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, ലിസൺ ദ ബോർഡ്.
എന്താണ് ടീച്ചർ ബോർഡിൽ എഴുതിയത്? ആർക്ക് പറയാം? എല്ലാ ആൽഫബറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേതാണ് വേർഡ്? വിച്ച് ഈസ് ദിസ് വേർഡ്? യെസ്, ആപ്പിൾ. A for apple. Okay, all of you say loudly. A P P L E. Apple. Say loudly. A P P L E. Apple. Okay, now the spelling. A P P L E. Apple. Okay, അപ്പോൾ ഒരു വേർഡ് നമുക്ക് എഴുതാൻ സ്പെല്ലിംഗ് പഠിക്കണം. ആ വേർഡാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്പിൾ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സ്പെല്ലിംഗ് ആണ് മക്കൾക്ക്. എങ്ങനെയാണ് പറയുന്നത്? APPLE. ആപ്പിൾ. ഇച്ചിരി ബോർഡിൽ എഴുതിയ നോക്കിയിട്ട് ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. APPLE. ആപ്പിൾ. ഗുഡ്, വെരി ഗുഡ്, നല്ല മക്കളാണ്. അപ്പം എല്ലാവരും ഒരു വേർഡ് പറയാനായിട്ട് പഠിച്ചു അല്ലേ? സ്പെല്ലിംഗ് പറയാൻ വേണ്ടി പഠിച്ചു. ഓക്കെ, വി വാണ്ട് ടു സ്റ്റഡി നെക്സ്റ്റ് ലെറ്റർ. വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലെറ്റർ? ബി. ഓക്കെ, എവരിബഡി റെഡി? ഓക്കെ, then we want to study next letter B. Okay, which is next letter? B. Everybody know how to write B? No? Okay, write one standing line, then two small curves. അല്ലേ? കുഞ്ഞു രണ്ട് കേവ് കൂടി കഴിഞ്ഞാൽ എന്തായി? ബി ആയി. എളുപ്പത്തിൽ എഴുതാൻ പറ്റും. വാട്ട് ഈസ് ദിസ് ലെറ്റർ? ക്യാപിറ്റൽ ലെറ്റർ ബി. ലിസൺ. ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? LKG പഠിച്ചിട്ടുണ്ട് എഴുതാനൊക്കെ അല്ലേ? എങ്കിലും ടീച്ചർ പറഞ്ഞു തരാണ്. ഇതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി. Then we want to draw 4 line and write capital letter B in 4 line notebook. Okay? Listen. എല്ലാവരും 4 ലൈൻ ബുക്കിൽ ഇതുപോലെ ടീച്ചർ എഴുതിയ പോലെ കറക്റ്റായിട്ട് ആ ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെയാണോ വന്നത്? ടെക്സ്റ്റ് ബുക്കിൽ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുതണം എല്ലാവരും. ഈ 4 ലൈനിൻ്റെ ഉള്ളിൽ നിങ്ങൾ UKG ആയി, വലിയ മക്കളായില്ലേ? അപ്പോൾ നോക്കൂ, റെഡിയല്ലേ? സ്മോൾ ലെറ്റർ എഴുതി, സോറി ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കോട്ടെ ടീച്ചർ. ഫസ്റ്റ് 3 ലൈൻസിൻ്റെ ഉള്ളിൽ കണ്ടോ എത്ര എളുപ്പമാണ് ബി എഴുതാൻ അല്ലേ? എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് 3 ലൈൻസിനുള്ളിൽ ഏത് ആൽഫബറ്റാണ് എഴുതിയത്? ബി. ഫസ്റ്റ് 3 ലൈൻ, draw a standing line and draw some 2 curves. ഓക്കെ, വളരെ എളുപ്പമായിട്ട് ടീച്ചർ മക്കൾക്കൊക്കെ എഴുതി കഴിയുന്നൊരു ആൽഫബറ്റാണ് എന്ത്? ബി. സേ ലൗഡ്ലി ബി. ഓക്കെ, then we want to write small letter B. അത് ക്യാപിറ്റൽ ലെറ്റർ ബിയേക്കാളും എളുപ്പമാണ് എഴുതാൻ അല്ലേ? നോക്കൂ മക്കള്, വാ, ബി, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. എല്ലാവർക്കും അറിയാലോ ഏതാണ് അക്ഷരം? സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. Draw another 4 line and we want to write small letter B. എല്ലാവർക്കും എളുപ്പമല്ലേ സ്മോൾ ലെറ്റർ ബി എഴുതാൻ? ഉറക്കെ പറയൂ, എളുപ്പമാണോ? ഓക്കെ, സ്മോൾ ലെറ്റർ ബി എഴുതാൻ വളരെ എളുപ്പമാണ്. ടീച്ചറെ ലൈൻസ് ഒക്കെ വലുപ്പം കൂടുന്നത് ബോർഡിലായതുകൊണ്ടാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടിട്ടില്ലേ മക്കള്? അതിലെഴുതാം. ഫസ്റ്റ് 3 ലൈൻസ് തന്നെയാണ് ഇതും. സോറി, ഫസ്റ്റ് 3 ലൈൻസിലാണ് നമ്മൾ എന്ത് എഴുതിയത്? ക്യാപിറ്റൽ ലെറ്റർ എഴുതിയത്. ഇനി സ്മോൾ ലെറ്റർ ആണ് വരുന്നത്. നോക്കൂ, ബി.
അവിടെ എന്താ നമ്മൾ എഴുതുന്നത്? ആദ്യത്തെ 3 വരി മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ അല്ലേ? ബി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. എല്ലാവർക്കും മനസ്സിലായോ ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത്? 4 ലൈനിനകത്ത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ടീച്ചർ കാണിച്ചു തന്നു. അപ്പോൾ മക്കളെ 4 ലൈൻ ബുക്കിനകത്ത് എല്ലാവരും എഴുതാൻ റെഡിയല്ലേ? ഒപ്പം ടെക്സ്റ്റിനകത്ത് എല്ലാവർക്കും അറിയാം, ആ ഒരു 4 ലൈൻ കാണുന്നില്ലേ? യെസ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റിനകത്തും കൂടെ അത് എഴുതി പഠിക്കണം. ഓക്കെ, ലിസൺ. ബി എ എൽ എൽ. മക്കൾ പറഞ്ഞ ഇതെന്താ വായിക്കുക? ബി എ എൽ എൽ, ബോൾ. വെരി ഗുഡ്. ബി എ എൽ എൽ, ബോൾ. Say spelling loudly. B A L L, ball. Okay, which is this letter? B. This letter? A. L. L. Ball. B A L L, ball. You want to study spelling? B A L L, ball. B A L L, ball. Okay, then we want to study next letter C. Okay, listen the board. ടീച്ചർ മക്കൾ ശ്രദ്ധിക്കുക. C for cat, C for cow, C for cup, C for car. എല്ലാ വേർഡും നമ്മൾ പഠിച്ചതാണ്. Then we want to write this letter in the blackboard. Capital letter C. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു കർവ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ എന്ത് പഠിച്ചു തുടങ്ങിയത്? C. Okay? Say loudly, which letter is this? Capital letter C. Capital letter C. Okay, we want to draw a 4 line and write capital letter C. Okay, listen. First 3 line we use to write capital letter C. Very easy. Capital letter C. Okay, എല്ലാവർക്കും അറിയില്ലേ ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ? വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് എഴുതി കഴിയുകയും ചെയ്യും അല്ലേ? വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ സി. Then we want to study small letter C. Small letter C എഴുതാം. Listen the board. Okay, small letter C. Okay, then try 4 line. 1 2 3 4. എങ്ങനെയാ 4 ലൈനിൽ സ്മോൾ ലെറ്റർ സി എഴുതാൻ നോക്കാം. ഈ സെൻറ്ററിൽ വരുന്ന 2 ലൈൻസിനുള്ളിലാണ് നമ്മൾ സ്മോൾ ലെറ്റർ സി എഴുതുന്നത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ. ഓക്കെ, സ്മോൾ ലെറ്റർ സി മനസ്സിലായില്ലേ മക്കൾക്ക്? ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ സി. Then listen the board. C A T. Which is this letter? Which is this word? Yes, cat. C A T. Cat. C A T. Cat. Say loudly. C A T. Cat. C A T. Cat. ഓക്കെ, എല്ലാവർക്കും സി എന്ന ആൽഫബറ്റ് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു ക്ലാസ് വരെ ടീച്ചർ വരും.
ഇതേപോലെ എല്ലാവരും ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ച് ബുക്കിലൊക്കെ എഴുതി എല്ലാം നല്ല അടിപൊളി മക്കളായിട്ട് വരണം. ഓക്കെ, റെഡിയല്ലേ? ബൈ. A. Apple. B. Ball. C. Cat.